ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയെ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം നവ്യ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്, ഇവളോട് എങ്ങനെയെങ്കിലും സത്യങ്ങൾ പറയണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പിന്നീടുള്ള ഭവിഷ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ദേവയാനി ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ വെറുതെ പറയുന്നത്, എല്ലാം സഹിച്ചും കേട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ അബിയുടെ അഹങ്കാരവും കൂടി വരുന്നുണ്ട്. അബി ഇപ്പോൾ ജ്വല്ലറിയിലേക്ക് വലിയ ആളാകാൻ പോകുന്നു എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാവുന്നതൊരവസ്ഥ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ ആദർശിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഈ ആദർശിന് വേണ്ടിയുള്ള എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ നമ്മുടെ മുത്തശ്ശനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ആദർശ് അറിയാതെ തന്നെ. അപ്പോൾ മാളവികയാണെങ്കിൽ നല്ലൊരു കലക്കുകയും ചെയ്യാണ്. ജ്വല്ലറി കയറി നല്ല വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഡേവിഡ് പറയുകയാണ്, ഏതായാലും മാളവിക തൻ്റെ ഡിസൈനെല്ലാം അടിപൊളിയായിട്ടുണ്ട്, താനിനി വെച്ചടി അങ്ങോട്ട് കയറും. അതേപോലെ തന്നെ ഈ കമ്പനിയും. സാർ അത് പിന്നെ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയാണ് സാർ. സാറല്ലേ പറഞ്ഞത് എൻ്റെ ഡിസൈനൊന്നും സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് സാർ. ഏതായാലും എൻ്റെ ഡിസൈനൊക്കെ സാറിന് ഇഷ്ടപ്പെട്ടല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാളവിക, ആ ഒരു ഇതിൽ നിങ്ങളുടെ സ്വഭാവ രീതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ചുമ്മാ തട്ടിവിട്ടെന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ. ഇന്നേ വരെ കാണാത്തൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ഈ മൂർത്തീസ് കമ്പനിയിലെ ഡിസൈനും നയനയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി വെച്ച് വരുമ്പോൾ ആ നയനേക്കാലം ഒരു പിടി മുന്നിലാണ് ഇപ്പോൾ മാളവിക നിൽക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാളവിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, പിന്നീടോ കണ്ടാലും മതി, ആ നയന മേഡം തന്നെയാണ് എനിക്ക് ഈ ഡിസൈൻ തന്നത്. ഈ നയന മേഡത്തിൻ്റെ ഡിസൈൻ വെച്ചാണ് ഈ കമ്പനി ഇപ്പോൾ ഉയരങ്ങളിലേക്ക് പോകാൻ പോകുന്നത്. പക്ഷേ അധികം നാളുണ്ടാവില്ലടോ ഈ ഉയർച്ച. തന്നെ അടിപ്പതനത്തിലേക്ക് വരുത്താനുള്ള പരിപാടിയാണ് ഞങ്ങളെല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ മാളവിക എന്തൊന്നും പറയാത്തത്, താൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല സാർ, എന്നാലും സാറ് ഞങ്ങളോടുള്ള സ്നേഹം അതാലോചിച്ചിട്ടാണ്. എടോ, ഇനി താൻ അറിയാൻ പോകുന്നത് മാളവിക ഡിസൈനിലൂടെയല്ലേ, തന്നെ ലോകമെമ്പാടും അറിയും. അതേപോലെ ആയിരിക്കും താൻ ഇനി ഉയർച്ചകളിലേക്ക് പോകാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഈ മാളവികയോട് പറയാണ്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും മാളവിക, വളരെ നന്ദിയുണ്ട് സാർ, എനിക്ക് അത്രയും വലിയ ഉയർച്ച വേണ്ടെങ്കിലും സാമാന്യ ശമ്പളം തന്നാൽ മതി. എടോ, താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ശമ്പളമായിരിക്കും തനിക്കിനി കൈകളിലേക്ക് വരാൻ പോകുന്നത്. താനിനി ഇവിടെ കോടീശ്വരിയായിട്ട് ജീവിക്കാം എന്ന രീതിയിൽ. അപ്പോൾ എൻ്റെ ഭർത്താവിനെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് സുഖമായിട്ട് ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി തരുമല്ലേ സാർ? പിന്നെ അല്ലാതെടോ, താൻ തന്നെ ഭർത്താവിനോട് വരാൻ പറ, എന്നിട്ട് സന്തോഷത്തോടെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങോട്ട് കഴിഞ്ഞു കൂടുന്നേ. ഇനി ഇവിടം വിട്ട് മാളവിക പോകേണ്ട ആവശ്യമില്ല, മാളവികയെ ഞങ്ങൾ ഇനി വിടുകയില്ല എന്നും പറയുകയാണ്. അങ്ങനെ മാളവിക നേരെ ആദർശിനെ വിളിക്കുക. അപ്പം ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആദർശിനോടും പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അയാൾ അങ്ങനെ അഹങ്കരിച്ചോട്ടെ മാളവിക, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആവണം ഇനി ബാക്കിയുള്ള നീക്കങ്ങളും. ഇനി മാളവിക അവിടെ ചില കളികൾ കളിക്കാനുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഏതായാലും ഉടനെ തന്നെ അവിടെ എത്തുന്നുണ്ട്, ഞാനൊരു ഡീൽ ഉറപ്പിക്കാനുള്ള പരിപാടികളിലാണല്ലോ. അപ്പോൾ ആ പഞ്ചാബിയുടെ വേഷം കെട്ടിയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ചില കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ ആദർശ് പറയണം. തീർച്ചയായിട്ടും സാറേ, സാറിൻ്റെ ഏത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും സാറേ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ അഭിയെ കൊണ്ട് ഈ ജ്വല്ലറിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ നവ്യ നേരെ അഭിയെ അങ്ങോട്ട് പോവുകയാണ്, ജ്വല്ലറിയിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാറ് എൻ്റെ ഭർത്താവിനും ഇവിടെ ഒരു ജോലി കൊടുക്കണം. പിന്നെ നവ്യ, അത് പറയേണ്ട കാര്യമുണ്ടോ? അഭിക്കും ഇവിടെ ജോലി കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കിനി പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ്. ഇപ്പോൾ മാളവിക ഡിസൈനും പിന്നെ നവ്യയുടെ മോഡലും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ ജ്വല്ലറിയെ പിടിച്ചാൽ കിട്ടില്ല, ജ്വല്ലറി വൻ ഉയരത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ഡേവിഡ് പറയുമ്പോഴാണ് ദാ വരുന്നു നമ്മുടെ ഈ ആദർശ് വരികയാണ്. അപ്പോൾ ആദർശ് പഞ്ചാബി വേഷം കെട്ടിയൊക്കെ വരികയാണ്. അപ്പോൾ ആദർശ് ഈ ഒരു കാര്യം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഇത് ആദർശ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ നിങ്ങളെ വിളിക്കാം. പക്ഷെ ആദർശിൻ്റെ മുഖത്ത് പോലും ഈ നവ്യ നോക്കുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിപെടുമെന്ന് ആദർശും കുറച്ച് ഒന്ന് ഭയപ്പെട്ടായിരുന്നു. അങ്ങനെ ആദർശ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിനോട് ചോദിക്കണം, സാർ എന്തായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഡീല് ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ തയ്യാറാണോ സാർ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ, ഇപ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ഡീല് ഞങ്ങൾ
ഉറപ്പിക്കാം, അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ട് ഡേവിഡ് ആണെങ്കിൽ വളരെയേറെ സന്തോഷമുണ്ട്. സാർ, ഒരു മിനിറ്റ് സാർ, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ആദർശിന് മനസ്സിലായി ഇയാളോട് എന്ത് കാര്യം പറഞ്ഞാലും ഇയാൾ അതിനൊരു ഉറപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ ആരെയോ ഫോൺ വിളിച്ചിട്ടാണ് ഇയാൾ ഉറപ്പ് തരുന്നത്. അപ്പം അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സാർ, അപ്പോൾ ഡീല് നമുക്ക് ഉറപ്പിക്കാമല്ലേ? അല്ല, എന്താണ്, നിങ്ങളല്ല അപ്പം ഇതിൻ്റെ ഓണർ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ അതെ സാർ, ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഓണർ. പക്ഷേ നമ്മളിങ്ങനെ ഓരോരോ ഡിസൈനുകളും ഓരോരോ ഇതും കൊണ്ട് നടക്കുവാണല്ലോ. അപ്പം ഇതിൻ്റെ കുറേ വേണ്ടപ്പെട്ടവർ വേറെയും ചിലവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരോടും കൂടി ഒന്ന് അഭിപ്രായം വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയതാണ് സാർ, അല്ലാതെ വേറെ ഒന്നുമല്ല സാർ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഓ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അതെ സാർ, അപ്പോൾ നമുക്ക് ഡീൽ ഉറപ്പിക്കാമല്ലേ? അല്ല, ഇപ്പം പോയവരാരാണെന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഇവിടുത്തെ ഫാഷൻ ഡിസൈനറാണ് സാർ. പിന്നെ ആ കൂടെ വന്നത് ഭർത്താവിന് ജോലി കൊടുക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് ഇവിടെ വന്നതാ. പിന്നെ എനിക്ക് ആ മോഡലിനെ പറഞ്ഞു വിടാനായിട്ട് പറ്റില്ലല്ലോ, നല്ല കഴിവുള്ള സ്ത്രീയാണ്. അതേപോലെ തന്നെ അവനെയും ഇവിടെ ജോലിക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവനൊരു ബ്രാൻഡ് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയണം. ഹോ, അപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല മനസ്സാണല്ലേ? പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ത്യാഗം തന്നെയാണ് സാർ. അത് ശരിയാണ് സാർ, നമുക്ക് നമ്മുടെ കമ്പനിയുടെ വളർച്ചയാണ് മുഖ്യം. അപ്പോൾ പിന്നെ ഇവർക്ക് ഒരു ബ്രാഞ്ച് നമുക്ക് കൊടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു പാർട്ട്ണർഷിപ്പായിട്ട് തന്നെ അഭിക്ക് കൊടുക്കുമെന്നും പറയുകയാണ്. വളരെ നല്ല കാര്യം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ അഭി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓഹോ, അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ എന്ന് ആദർശ് ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ആദർശ് നേരെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനെ ചോദിക്കണം എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ വേണ്ട ബുദ്ധി ഞാനെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാളവിയും കൂടി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഡീലർഷിപ്പ് ഉടനെ തന്നെ എടുക്കുമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നയനെ നിൻ്റെ ചേച്ചിയും അതേപോലെ തന്നെ അഭിയും കൂടി അവിടെ വന്നായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അഭിക്ക് അവിടെ ഒരു ബ്രാഞ്ചിൻ്റെ പാർട്ട്ണർഷിപ്പായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അവിടെ വമ്പൻ നേട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈയൊരു ഇത് വല്ലാത്തൊരു അനന്തപുരിയിൽ വല്ലാത്തൊരു തകർച്ച ഉണ്ടാക്കുമല്ലേ നയനെ? നിന്റെ ചേച്ചി എന്ത് ഭാവിച്ചാണെന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. പക്ഷേ ചേച്ചി ഒന്നും അറിയാതെ, സത്യങ്ങളൊന്നും അറിയാത്ത രീതിയിലാണല്ലോ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത്. ഇപ്പം ചേച്ചി കാരണമാണ് അഭിക്ക് അവിടെ ഒരു ജോലിയും കൂടി കിട്ടാനായിട്ട് പോകുന്നത്. എന്ത് ചെയ്യും ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വരുന്നിടത്ത് വെച്ച് എന്നെ കാണാൻ നയനെ. പക്ഷേ നയനയാണെങ്കിലും മിണ്ടാതിരുന്നില്ല. നയനയുടെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പം അമ്മയോട് സംസാരിച്ചപ്പോഴേക്കും അമ്മേ, ചേച്ചി എന്ത് ഭാവിച്ചാണ്? ഇപ്പോൾ കണ്ടില്ലേ, അനന്തപുരിയിൽ ഇവർ കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ അഭിയം കൊണ്ട് ഏഞ്ചുലറിലേക്ക് പോയി അവനവിടെ ഒരു ബ്രാഞ്ച് തന്നെ എഴുതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, പാർട്ട്ണർഷിപ്പായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവൻ്റെ അഹങ്കാരം കൂടും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിൽ കാലിയും വരികയാണ്. മോളെ, ഞാൻ നവ്യയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയട്ടെ? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കാലിയ വരുന്നത്. അയ്യോ വേണ്ടമ്മേ, ദയവ് ചെയ്ത് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് കനകം പറയുക. അങ്ങനെ കനകം നേരെ നവ്യയെ വിളിക്കുകയാണ്. നവ്യ, എനിക്കിതിന് അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറയാണ്. എന്തിനാ എന്നെ കാണുന്നത്? നിങ്ങൾക്കൊന്നും എന്നെക്കുറിച്ചുള്ള വിചാരമില്ലല്ലോ. ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ ഏത് രീതിയിൽ ജീവിക്കുന്നു എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നവ്യ, നിന്റെ അമ്മയാ വിളിക്കുന്നത്. നീ ഏതായാലും ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. അവിടെ വെച്ച് നമ്മൾക്ക് കാണണം. ചില കാര്യങ്ങൾ, ചില സത്യസന്ധമായ ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. ചില സത്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്താനുണ്ട്. അത് കേട്ടിട്ട് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നവ്യ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് സത്യമാണോ പറയാനുള്ളത് നീ അത് കേക്ക്. നീ ഏതായാലും ബീച്ചിൻ്റെ അടുത്തേക്ക് വാന്ന് പറയണം. ശരി, ഞാൻ വന്നേക്കാം. അങ്ങനെ ഫോൺ വയ്ക്കാം. അപ്പോൾ നവ്യക്ക് എന്തോ ഡൗട്ട് തോന്നുകയാണ്. അമ്മ ഇങ്ങനെ ഒരു കാര്യമായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടല്ലോ, അല്ലാതെ നമ്മ വിളിക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ നവ്യ ആ ഒരു ബീച്ചിലിങ്ങനെ കാത്തു നിന്ന് കനകം വരികയാണ്. അപ്പം കനകം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ എന്തിനാ വിളിച്ചത്? അമ്മ എന്ത് കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കണം. പറയാടി, നീ കുറേ നാളായല്ലോ ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ അനന്തപുരിയെ തകർക്കാൻ വേണ്ടി തന്നെ ഏഞ്ചിലറിലേക്ക് നീ ഫാഷൻ ഡിസൈനറായിട്ട് പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ രണ്ടുപേരെയും കൂടി ഒരു വേലക്കാരിയെ പോലെയും വേലക്കാരനൊക്കെ പോലെ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ ജീവിക്കണ്ടേ? അനന്തപുരിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയാലും ഞങ്ങൾക്ക് പുറത്തുപോയി ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കണം. അതിന് നീ ആദർശിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അയാളുടെ കാര്യം എന്നോട് പറയാൻ നിൽക്കരുത് അമ്മേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ പിഴപ്പിച്ചിട്ട്
അതിലൊരു കുട്ടിയും ഉണ്ടായി. എന്നിട്ട് ആ പെണ്ണിന്റെ അവസ്ഥ കണ്ടില്ല ഇപ്പോ. ആ കുട്ടി എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അതിനു വേണ്ടിയെല്ലാം കുട പിടിക്കാൻ വേണ്ടി എനിക്കൊരു അനിയത്തിയുണ്ട്, നയന. അവളല്ലേ ഇതിനെല്ലാത്തിനും വക്കാലത്ത് വെച്ച് കൊടുക്കുന്നത്. നിർത്തടി, നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് നവ്യേ. നിനക്ക് ഓരോ ദിവസം കഴിയുന്തോറും അഹങ്കാരം കൂടി വരുന്നുണ്ട്. പറയണ്ട പോട്ടെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നീ തലേ കയറി നിരങ്ങുന്നു. എങ്കിൽ കേട്ടോടി, ഈ സത്യം നീ കേട്ടോ. നീ പറഞ്ഞില്ലേ ആദർശിന്റെ കുഞ്ഞെന്ന്, എങ്കിലേ നിനക്ക് തെറ്റിയടി. അവിടെ വന്നിരിക്കുന്ന ശന്തുമോളില്ലേ, അത് ആരുടെ കുഞ്ഞാന്നറിയാവോ? അത് അഭിയുടെ കുഞ്ഞാണ്. അനഘയെ പിഴപ്പിച്ചത് അത് അഭിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ കുഞ്ഞാണ് ചന്തുമോള്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടിയെങ്കിലും ഇവര് തന്നെ തകർക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയം നവ്യയുടെ മനസ്സിലുണ്ട്. അപ്പൊ നവ്യ പറയണ, ആഹാ, പുതിയ അടവ് കൊള്ളാം. ഇപ്പോൾ ആദർശിനെ നല്ല പുള്ളിയാക്കാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ പഴിയാക്കുകയാണല്ലേ. എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് വരുത്തി തീർത്ത് ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണം. ഇതല്ല നിങ്ങളുടെ മനസ്സിലിരിപ്പ്. എനിക്ക് മനസ്സിലായി. ദേ നവ്യേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഏതായാലും ഹാനഗരുടെ അടുത്തേക്കൊന്ന് ചെല്ല്. എന്നിട്ട് അവിടെയെല്ലാം അന്വേഷിച്ച് നോക്ക്, ചന്തുമോള് ആരുടെ കുഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്താൻ പറയടി. അപ്പറിയാലോ സത്യം എന്താണെന്ന്. ആദർശിന്റെ മനസ്സ് നല്ല മനസ്സായത് കൊണ്ടാണ് ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് അനന്തപുരിൽ താമസിച്ചതും മറ്റുള്ളവരോട് സത്യങ്ങൾ പറയാതെ അവന്റെ കുഞ്ഞായിട്ട് തന്നെ ആ കുഞ്ഞിനെ അംഗീകരിച്ചത്. ഈ സത്യങ്ങളൊക്കെ നയനമോൾക്കും അറിയാടി. നിന്നെ വേദനിപ്പിക്കണ്ട, നിന്നെ ദുഃഖത്തിൽ ആഴ്ത്തണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ അവളും നിന്നോട് സത്യങ്ങൾ പറയാതിരിക്കുന്നത്. പക്ഷേ ഇനി എനിക്ക് പറ്റില്ല. നിനക്ക് അഹങ്കാരം കൂടി വരുന്നുണ്ട്. നീ ഓരോ ദിവസം കഴിയും തോറും അവർ രണ്ടുപേരെയും തഴച്ചോണ്ടിരിക്കുക. അഭിയെ ജയിലിലേക്ക് പിടിച്ചോണ്ട് പോയപ്പോ നിനക്ക് വലിയ ഇതായിരുന്നല്ലോ. എന്തുകൊണ്ടാ? അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അന്ന് നന്ദു അവനെ ജയിലിലേക്ക് പിടിച്ചോണ്ട് പോയത്. അതിന് നീ എല്ലാവരെയും ശത്രുവായിട്ട് കണ്ടു. പക്ഷേ നിന്റെ ഭർത്താവിന്റെ ഭാഗത്ത് എന്തൊക്കെയാണെന്ന് നീ തിരിച്ചറിയണം നവ്യെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ മുഴുവൻ പറയണം. പക്ഷേ അമ്മ ഇങ്ങനെ വാശി പിടിച്ച് പറയുമ്പോൾ അതിലെന്തൊക്കെയോ കാര്യമുണ്ടെന്ന് നവ്യ മനസ്സിലാക്കിയാണ്. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോകണം. അപ്പോഴേക്കും ദേ ആദർശം ഈ നയനയും കൂടി വരികയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ പേടി തോന്നി. അമ്മ എന്താ അബദ്ധമൊക്കെ കാണിച്ചത്? അമ്മ സത്യങ്ങൾ പറഞ്ഞോ? അതെ, എനിക്കിനി വെച്ച് പൊറപ്പിക്കാനായിട്ട് പറ്റില്ല. എപ്പം നോക്കിയാലും നിങ്ങൾ രണ്ടുപേരെയും മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ അവള്. അപ്പൊ അവളോട് സത്യങ്ങൾ പറയണ്ടേ? അങ്ങനെ അഭി സുഖിച്ചിപ്പോ വാഴണ്ട, അവള് സത്യങ്ങൾ അറിയട്ടെ. അങ്ങനെ നയന നവ്യയെ വിളിക്കുകയാണ്. പക്ഷെ നവ്യ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ ഒരു ആഘാതത്തില് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. നവ്യ അവിടെ നിന്ന് പോയി നേരെ അനന്തപുരിലേക്ക് കയറി ചെല്ലുകയാണ്. എടാ അഭി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ നവ്യേ? ദേ എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കാൻ നിൽക്കരുത്. സത്യമായിട്ട് തന്നെ എന്നോട് പറഞ്ഞോളാം. ചന്തുമോളുടെ അച്ഛൻ ആരാടാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭി ഒന്ന് ഞെട്ടിപ്പോവാണ്. അതിനുശേഷം ഇതെന്താ നവ്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് ആദർശല്ലേ? അയാളാ ചന്തുമോളുടെ അച്ഛൻ. നോണ പറയാൻ നിൽക്കരുത്. ചന്തുമോളുടെ അച്ഛൻ നീയല്ലടാ. സകല തെളിവുകളുമായിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നോട് എൻ്റെ അമ്മ സത്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു. നീയാണ് ചന്തുമോളുടെ അച്ഛനെന്ന്. അനഘ എന്ന് പറഞ്ഞ പെണ്ണിനെ പിഴപ്പിച്ചത് നീയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ചിലർ സംശയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംശയങ്ങളല്ലേ. നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. ഇനി എനിക്ക് അറിയാനുള്ളത് ചന്തുമോളുടെ അച്ഛൻ നീ തന്നെയാണോ എന്നാണ്. അതിനു വേണ്ടിയുള്ള ഇനി നീക്കുപോക്കുകളാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. കൈ ചൂണ്ടി തന്നെ നമ്മുടെ നവ്യ സംസാരിക്കുകയാണ്. നിന്റെയും ചന്തുമോളെയും DNA ടെസ്റ്റ് ഉടനെ തന്നെ നടത്തണം. അത് ഞാൻ നടത്തിയിരിക്കോടാ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിയൊന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ്. നവ്യ, ഞാൻ പറയുന്നത് കേക്ക്. നമ്മൾ രണ്ടുപേരെയും തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരിങ്ങനൊരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ജ്വല്ലറിയിലേക്ക് കയറാനായിട്ട് പോവുകയാണല്ലോ. അതിൻ്റെ ആ ഒരു കുശുമ്പിലാണ്. എന്തായാലും അവർ പറഞ്ഞല്ലേ, സത്യം എന്താണെന്ന് ഞാൻ അറിയും. യഥാർത്ഥ സത്യം എന്താണെന്ന്. അപ്പൊ പിന്നെ മോനെ നിന്റെ അന്ത്യം ഒരിക്കും. നയനയല്ല ഞാൻ, നവ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും അടുത്തത് സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് കാര്യങ്ങളുടെ ജഗപുക ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.